നമ്മുടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 102 വാർഡുകൾ. 102 വാർഡുകൾ. സാധാരണ പോലീസ് സ്റ്റേഷനൊക്കെ അത്രയില്ല. നമ്മുടെ സംസ്ഥാനം തന്നെ ഏറ്റവും വലിയൊരു പോലീസ് സ്റ്റേഷനാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉമ്മന്നൂർ പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? നെടുവത്തൂർ പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? മൈലം പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി കേട്ടിട്ടുണ്ടോ? വെട്ടിക്കോല പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? മേലില പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? കുളക്കട പഞ്ചായത്ത്. അങ്ങനെ 6 പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളും കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന അത്രയും പ്രദേശത്തെ ക്രമസമാധാന ചുമതലയുള്ളൊരു പോലീസ് സ്റ്റേഷനാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയൊരു പോലീസ് സ്റ്റേഷനാണ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ. ഇവിടുത്തെ പ്രധാന ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? ഒരു പോലീസ് സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ പേരെന്താ? സി അല്ല, CI. CIക്ക് ഒരു പുതിയ പേര് പറയും. എന്തുവാ? അറിയാം. ആർക്കാണ്ടൊക്കെ അറിയാം. പറ. സർക്കിൾ ഇൻസ്പെക്ടർ. അദ്ദേഹത്തിൻ്റെ പുതിയ പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അറിയാം. എന്താ? SHO. എന്തിനാണ് SHO? ഇൻസ്പെക്ടർ SHO. എന്താ? ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതല നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ്റെ ചുമതല ഇപ്പോൾ ആർക്കാ ഉള്ളത്? ഇൻസ്പെക്ടർ SHO. SHO എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്റ്റേഷൻ ഹൗസ് ഓഫീസർ. ഇൻസ്പെക്ഷൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ചുമതല. ഇവിടുത്തെ ഇൻസ്പെക്ടർ SHO ആരാണെന്ന് അറിയാമോ? സാറില്ല. സാർ ഇന്നലെ നൈറ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ നിങ്ങളിപ്പം സംസാരിക്കുന്ന സാറിനോടായിരുന്നേനെ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ ഇൻസ്പെക്ടർ SHO ഇന്നലെ നൈറ്റ് ആയത് കാരണം സാറിപ്പോൾ വീട്ടിൽ പോയിരിക്കുകയാണ്. 2 SIമാരുണ്ട്. SI ലാൻഡ് ഓർഡർ അതിൻ്റെ ചുമതലയുള്ളൊരു SI ഉണ്ട്. ക്രൈമിൻ്റെ ചുമതല വഹിക്കുന്നൊരു SI ഉണ്ട്. പിന്നെ വേറെ ഇവിടെ SIമാരായിട്ടും GSIമാരായിട്ടും ഒക്കെ ഏകദേശം ഒരു 18ഓളം ഓഫീസർമാരുണ്ട്. SIമാരുടെ റാങ്കിലുള്ള 18ഓളം ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഉണ്ട്. അതിൽ ഒരു SI ലാൻഡ് ഓർഡറും ഒരു SI ക്രൈമിൻ്റെ ചുമതല വഹിക്കും. ഒരു മാല പിടിച്ച കേസിൽ പ്രതി ഇപ്പോൾ അതിനകത്ത് കിടപ്പുണ്ട്. അതിനിപ്പോൾ കോടതി കൊണ്ടുപോകാനായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുപോകും. പറഞ്ഞ മനസ്സിലായി. അപ്പോൾ അവരെ പാർപ്പിക്കുന്ന സ്ഥലമുണ്ട്. അത്തരത്തിൽ പിന്നെ പല മേഖല GD ചാർജ് തൊട്ട് സ്റ്റേഷൻ്റെ ഓരോ ദിവസത്തെയും ചുമതലകൾ വഹിക്കുന്നത് GD ചാർജാണ്. GD ചാർജ് തൊട്ട് പിന്നെ കേസിൻ്റെ ചുമതലകൾ നോക്കുന്ന ക്രൈമിംഗ് ഉണ്ട്, എല്ലാവരും നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഈ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾക്ക് ഇവരെ കാണണ്ടേ. അതുപോലെ തന്നെ ആയുധങ്ങൾ. ഇവിടെ ആയുധങ്ങളുടെ ശേഖരമുണ്ട്. എല്ലാവിധ നമ്മൾ പോലീസിൻ്റെ ആരംഭകാലം മുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ തൊട്ട് ഏറ്റവും പുതിയ ആയുധങ്ങൾ വരെയുള്ള ആയുധങ്ങൾ ഇവിടെ. കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും ഭംഗിയായി SPCയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട സ്കൂളാണ് കിഴക്കേ തെരുവ് സെൻറ്റ് മേരീസ് സ്കൂളിൽ. അപ്പോൾ SPC പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവരിന്ന് പോലീസ് സ്റ്റേഷൻ്റെ വിസിറ്റ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ അധ്യാപകരും സീനിയർ വിദ്യാർത്ഥികളുമാണ് ഇന്ന് സ്റ്റേഷൻ സന്ദർശിക്കാൻ വന്നിരിക്കുന്നത്. 44 കുട്ടികളാണ് സീനിയർ കുട്ടികളുള്ളത്. അവർ 44 കുട്ടികളും സ്റ്റേഷനിൽ വരികയും കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ്റെ ഈ സ്റ്റേഷനോടൊപ്പം തന്നെ പുതിയ പോലീസ് സ്റ്റേഷൻ്റെ പണി പുരോഗമിച്ചു വരികയാണ്. ആ കുട്ടികൾ ആ പുതിയ പോലീസ് സ്റ്റേഷനിൽ പോയി ഇന്ന് കണ്ടു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ ഈ പോലീസ് സ്റ്റേഷൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിചയപ്പെടുന്നതിന് പുറമേ അവർക്കിന്ന് നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പോലീസ് സ്റ്റേഷനിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ SPCയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളെന്ന നിലയിൽ നമ്മുടെ സ്റ്റേഷനുമായി ഏറ്റവും നല്ല സഹകരണം പുലർത്തി പോകുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂള്. അതിൻ്റെ ആരംഭകാലം മുതൽ SPCയുടെ ആരംഭകാലം മുതൽ തന്നെ ഉള്ള അധ്യാപകനാണ് ജോൺസൺ സാറ്, അതുപോലെ ടീച്ചർ. അവരെ നമ്മുടെ സ്റ്റേഷൻ സംബന്ധമായ എല്ലാ കാര്യത്തിനും സ്കൂളിൽ നിന്നല്ല എല്ലാവിധ പിന്തുണയും കൊട്ടാരക്കര പോലീസിനുള്ള എല്ലാ പിന്തുണയും നാളിതുവരെ നൽകി വരുന്നതാണ്. നമസ്കാരം. എൻ്റെ പേര് മനോജ് എന്നാണ്. ഞാനിപ്പോൾ കൊട്ടാരക്കര സ്റ്റേഷനിലെ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ റൈറ്ററാണ്. കൂടാതെ ഞാൻ സെൻറ്റ് മേരീസ് കിഴക്കേക്കര സ്കൂളിൻ്റെ SPCയുടെ DA ആയിട്ട് ഇപ്പോൾ നിലവിൽ 9ാമത്തെ വർഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ പോലീസ് ജോലിയുടെ ഇടയിൽ ഒരു റിലീഫ് എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് DA ആയിട്ട് സ്കൂളിൽ പോയി തുടങ്ങിയത്. പിന്നീട് കുട്ടികളുമായിട്ടുള്ള മിംഗ്ലിങ്ങിലൂടെ നമ്മുടെ ഇവിടുത്തെ ഒരു ടെൻഷൻ ഉള്ള ജോലിയിൽ നിന്ന് നമ്മൾ ആ കുട്ടികളുമായിട്ട് മിംഗിൾ ചെയ്യുമ്പോഴത്തെ ഒരു മൈൻഡ് റിലീഫായും പിന്നെ കൂടാതെ കുട്ടികളുമായിട്ടുള്ള അവർക്ക് നമ്മൾക്ക് കിട്ടുന്ന അറിവ് അവർക്ക് പകർന്നു കൊടുക്കാനും അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാനും ഒക്കെ നമുക്ക് അതുമൂലം സാധിച്ചു.
പിന്നെ നമ്മൾ ഈ പോലീസും കുട്ടികളുമായിട്ടുള്ള പണ്ടുണ്ടായിരുന്ന അകൽച്ച ഈ SPC വന്നതോടുകൂടി അത് വളരെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. ഇപ്പം എന്നോടായിട്ടൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് കുട്ടികൾ ഇടപെടുന്നത്. മറ്റേതെന്ന് വെച്ചാൽ പോലീസ് എന്ന് പറയുമ്പോൾ അവർ ഒരു സ്റ്റെപ്പ് മാറിയായിരുന്നു നിന്നത്. ഇപ്പം നമ്മുടെ അടുത്ത് വന്ന് നമ്മളുമായിട്ട് നമ്മുടെ ഒരു സഹോദരനെ പോലെയാണ് അവർ നമ്മളുമായിട്ട് മിങ്കിൾ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ SPCയുടെ ഒരു അച്ചീവ്മെൻ്റായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ ഈ സ്കൂളിൽ നിലവിൽ അറിയാലോ 9ാമത്തെ വർഷമാണ്. സ്കൂളിലെ അധ്യാപകരും പ്രിൻസിപ്പളും എല്ലാവരും ആയിട്ട് വളരെ ആത്മബന്ധവും, അവർ നമ്മുടെ നിലവിലുള്ള CA ആയിട്ടും SA ആയിട്ടും അതുപോലെ ആത്മബന്ധവും, അങ്ങനെ നമ്മൾ സ്കൂളൊരു കമ്പൈൻഡായിട്ട് ഒരു ജോയിൻ്റ് എഫേർട്ടായിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ ഇടപെടും. ഈവൻ ഞങ്ങളുടെ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ സ്കൂളിൻ്റെ പ്രസൻസ് നമ്മുടെ ഉണ്ടാവും. കാരണം SPCയുടെ ഒരു പ്രസൻസ് എപ്പോഴും നമ്മുടെ സ്റ്റേഷൻ്റെ എന്ത് പരിപാടിക്കായാലും ഉണ്ടാവും. ഇതൊക്കെ നമ്മളൊരു വളരെ അച്ചീവ്മെൻ്റായിട്ടാണ് നമ്മളിത് കാണുന്നത്. താങ്ക് യു.